ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ കാലത്ത് ഗ്യാപ്പിന് ശേഷം ഞാൻ ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാണുമെന്ന് വെച്ചാൽ കുറച്ചേ കാണുള്ളൂ, പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുക്കാം. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അമ്പലത്തിലെത്തി ഇങ്ങനെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് ഉദയമംഗലം വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. ഞാനിവിടെ എപ്പോഴും കല്യാണം കഴിഞ്ഞ് ആദ്യം വന്നത് ഈ അമ്പലത്തിലാണ്. വളരെ വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ അവിടുത്തെ ബ്യൂട്ടി, മയിലൊക്കെ വരും കേട്ടോ രാവിലെ. ഭയങ്കര ഭംഗിയാണത് കാണാൻ തന്നെ. ഒരു വല്ലാത്തൊരു ഇതാണ്. ഇത് ചുറ്റും അമ്പലത്തിൻ്റെ ചുറ്റിനുമാണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഒരു ഫീലാണ് കാണുമ്പോൾ തന്നെ. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ആദ്യം ഇതൊന്നും അറിയില്ല, സ്ഥലങ്ങളൊന്നും. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഒട്ടുമിക്ക എല്ലാ അമ്പലങ്ങളിലും പോയിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് തൃക്കണ്ണാട് മഹാദേവൻ്റെ ക്ഷേത്രമാണ്. എല്ലാവർക്കും അറിയുന്നൊരു ക്ഷേത്രമാണിത്. ഇത് പിന്നെ ഞങ്ങൾ കഴിച്ച കേസരി ബാത്ത്, ഉടുപ്പിയിലെ കേസരി ബാത്ത്. ആശയ്ക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് താല്പര്യം കൊണ്ടിട്ട് കഴിച്ചാണ് കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ പോയതാണ്. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി, നല്ലതായിരുന്നു. ഇറ്റ്സ് ഗുഡ്. നമ്മളിപ്പോൾ അമ്പല ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വ്ളോഗ് കാണാം. ചെറുതായിട്ട് എടുക്കുന്നുണ്ട്. അതെ, തൃക്കണ്ണാട് പാർത്ഥസാരഥി ഉദയമംഗലം. അപ്പം അടുത്ത പരിപാടി നോക്കാം. ഓക്കെ, അപ്പം ഇന്ന് ബർത്ത്ഡേ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടി കുറച്ച് ചോക്ലേറ്റ് നമുക്ക് കൊടുക്കാം. നമ്മുടെ നെയ്ബേഴ്സും നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് 12 മണിയാകുമ്പോൾ പാൽപ്പായസം കഴിച്ചത് മേടിക്കാൻ പോകാം. പിന്നെ ഈ വീഡിയോ എത്ര വരെ ഞാൻ ചെയ്യുന്നതൊക്കെ ഒരു പിടിയില്ല. പറ്റുന്ന അത്രയൊക്കെ ഞാൻ ചെയ്യും, പറ്റുന്ന അവിടെയൊക്കെ എഡിറ്റ് ചെയ്തില്ല. ഓക്കെ, കുറച്ച് കേക്ക് കൊടുക്കാം. കേക്കും ചോക്ലേറ്റും എൻ്റെ മാമൻ്റെ വീട്ടിലാണ് ഗൈസ്. ഒന്ന് കാണിക്കാം. അടുത്ത നമുക്ക് കുറച്ച് മെലഡി കൊടുക്കാൻ പോവാം. വൈ മെലഡി ഇത്ര ചോക്ലേറ്റ് ആയി? ഇതിൻ്റെ പണ്ടത്തെ അഡ്വർടൈസ്മെന്റ് അങ്ങനെയായിരുന്നു. മെലഡി എന്താ ഇത്ര ചോക്ലേറ്റ് ആയി? ഗൈസ്, നെക്സ്റ്റ് വരുന്നുണ്ടോ? അത് നമുക്ക് ആ കാണുന്ന വീട്ടിൽ നമുക്ക് ചോക്ലേറ്റ് കൊടുക്കാം. ഓക്കെ, പക്ഷെ വീടും വീട്ടുകാരൊന്നും ഞാൻ കാണിക്കില്ല, ഞങ്ങളുടെ പ്രൈവസീനെ കോട്ടം വരും. അത് കാണിക്കും. നമുക്കിങ്ങനെ ചോക്ലേറ്റ് ഇട്ട് പോകാം. അവിടെ എത്തുമ്പോൾ ഞാൻ വീഡിയോ നിർത്തും. കമോൺ ഗൈസ്. അതെ, എൻ്റെ വണ്ടി ജൂപ്പിറ്റർ. ഷുട്ടു ഗൈസ്, ഷുട്ടു സൂപ്പർ ഫാസ്റ്റ്. ഇതാ പടാ തരാം. നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കിയല്ലേ എന്താ അമ്മ കറി? മീൻകറി. മറിച്ചിട്ട് നെയ്യിപ്പിക്കാം. നെയ്യിട്ടോ, കാശിലൊക്കെ നെയ്യിട്ടല്ല. ഓക്കെ, എനിക്ക് നെയ്യ് വേണ്ടമ്മ. വേണ്ടേ? അയ്യോ, ഇനി നമുക്ക് എന്താ പറയുക, നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് രാവിലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ തന്നു. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് തന്നെ ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത് എൻ്റെ ഒരു മാരീഡ് ലൈഫിലുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. കൂടെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം കൂടെ ഇല്ല, പക്ഷെ കുഴപ്പമില്ല. ഒരു മിസ്സിങ് ഒക്കെ പുള്ളിക്കാരൻ നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്, ഉള്ളതുപോലെയൊക്കെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. അപ്പം ഞാനിന്ന് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ.
ആദ്യമായിട്ട് ഇതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് വന്നതാണ് കേട്ടോ. പുള്ളി ആ പേജിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ചോക്ലേറ്റ്സും പിന്നൊരു എന്താ പറയുക ബർത്ത്ഡേ ഒരു കാർഡും, എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് കേട്ടോ അത്, ബർത്ത്ഡേ കാർഡും പിന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോയുമാണ് അതിലുള്ളത് കേട്ടോ. കാണുന്നുണ്ടോ എനിക്കറിയില്ല. കാണുന്നുണ്ടോ? ഇതായിരുന്നു ആ ഗിഫ്റ്റ് ഹാമ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എനിക്ക് പുള്ളി എൻ്റെ ഹസ്ബൻഡ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് വഴി ഒക്കെ ചെയ്തതാണ് കേട്ടോ. ഇതെനിക്ക് 2 ദിവസം മുന്നേ വന്നു. അപ്പം ഞാനത് പൊട്ടിച്ചു കണ്ടു, എൻ്റെ തന്നെ വന്നത് എനിക്കൊരു. അപ്പം അടുത്ത് എൻ്റെ സിസ്റ്ററിൻലോ, അതായത് എൻ്റെ ചേച്ചി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി ഒക്കെ ഒരു എന്താ പറയുക ഒരു ഡ്രസ്സ് മേടിച്ചു തന്നു. സൽവാർ സ്യൂട്ടാണ്, എങ്ങനെയുണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ താങ്ക് യു ചേച്ചി മേടിച്ചു തന്ന. പിന്നെ ഇന്നലെ സർപ്രൈസായിട്ട് തന്നെ ഒരു 12 മണിയായപ്പോഴത്തേക്കും ഇവിടെ എൻ്റെ എന്താ പറയുക അമ്മായിയും എല്ലാവരും, അമ്മയും എൻ്റെ മരുമകളും എല്ലാവരും ഇവിടെ ചേർന്നിട്ട് എനിക്ക് ഹസ്ബൻഡ് എന്നാ കേക്കൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഒരു 12 മണിയായപ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസായിട്ട് അവർ കേക്കൊക്കെ കൊണ്ടുവന്നു. അന്നേരം എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് HTV. ആക്ച്വലി ഞാനൊരു പ്രാവശ്യം ഞങ്ങളൊരു എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഇതുപോലത്തെ സംഭവം കണ്ടു. പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നുണ്ടായി. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പേരൊക്കെ ഇട്ടു കേട്ടോ. അതാണ് ഈ ഗിഫ്റ്റ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്. പിന്നെ എനിക്ക് അല്ലാണ്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിട്ടോ, അത് ഞാൻ പറയുന്നില്ല. ഹസ്ബൻഡ് എന്നാണ് ഗിഫ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല എൻ്റെ ചെവിയുണ്ട്. എൻ്റെ പകുതി ഉണ്ട് കേട്ടോ കാണാൻ. ഇത്രയുണ്ട്. ഇത് രാജേച്ചിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ പായസം, പാൽപായസം. പായസം എന്ന് പറഞ്ഞാൽ പോടാ, പാൽപായസം എന്ന് തന്നെ പറയണം. ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടത്തെ കച്ചമ്പർ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞങ്ങളുടെ പുതിയ കക്കരി കൊത്തി ഇത് ഉള്ളി കൊത്തുന്നു, കൊത്തലോട് കൊത്തൽ. ഇത് കഴിഞ്ഞ് നമ്മൾ ക്യാരറ്റ് കൊത്തും. ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്, അത് മറക്കരുത്. കത്തി കൊണ്ടുള്ള കളിയാണ്. ഇങ്ങനെയാണ് കൊത്താൻ. കഴിക്കുന്നവരറിയരുത് ഇവിടെ ഉള്ളി അരിഞ്ഞിട്ട് കാര്യം. ഇത് എടുത്ത് ചെയ്യുമ്പോ എന്തൊക്കെയാവും. കച്ചമ്പറിന്റെ ഇവിടുത്തെ റെസിപ്പിയാണ് നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ. ഇവിടെ ഇവിടുത്തെ റെസിപ്പിയില് ഉള്ളി തക്കാളി ഇടില്ലാന്ന് തോന്നുന്നു. തക്കാളി ഏതിനെങ്കിലും ഇടുന്നുണ്ടോ? ഞങ്ങൾ ഇതിന് തക്കാളി ഇടും. അത് മറ്റേ കച്ചമ്പറിനല്ലേ? ഇത് പിന്നെ എന്ത്? ഇത് പെരക്ക്. പെരക്കോ? പെരക്ക്. പെരക്കെന്ന് വെച്ചാ വീട്. പെരക്ക് സദ്യ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു സദ്യയാണ് ഇട്ടത്. നമ്മുടെ ഇത് ഭയങ്കര ആഡംബരമൊന്നുമില്ല. നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. നമ്മൾ മാമി കഴിക്കുന്ന ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു നോൺ വെജ് ഇല്ലാണ്ട് ഇവിടെ ഒരു സാധനം. അപ്പൊ നമ്മള് എന്താ പറയാ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മള് വീഡിയോ എടുക്കാൻ പോവാണ്. വെൽക്കം. ഇപ്പൊ വീഡിയോ എടുത്തിട്ട് ബാക്കി ഓക്കെ. സോ ഞങ്ങൾ അവസാനം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് വീഡിയോ ദേവര മൂവിയിലൊരു പാട്ടാട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാക്ടീസാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് മൊത്തം എനിക്ക് ആക്കാൻ പറ്റിയില്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ വളരെ നന്ദി. അഷി ഭയങ്കരമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.